ദില്ലിയിൽ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങളാണ്. US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ 4 ദിവസത്തെ സന്ദർശനം തന്നെയാണ് പ്രധാന അജണ്ട. അതിനിടയിൽ അവിടെ ഒരു മീറ്റിംഗ് കൂടി നടക്കുന്നു. സൈനിക കൂട്ടായ്മ, അതായത് ഈ നാവിക സൈനിക കൂട്ടായ്മയായ കോഡ് സഖ്യം, അതിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു യോഗവും മെയ് 26-ന് ദില്ലിയിൽ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ മാർക്കോ റൂബിയോ പങ്കെടുക്കും. ഇതിനെയാണ് ചൈന ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്, ഈ മാർക്കോ റൂബിയോയുടെ ഇത്തവണത്തെ വരവ് സാധാരണഗതിയിലുള്ള ഒരു വരവല്ല. വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്കാണ് അദ്ദേഹം വരുന്നതെങ്കിലും ഈ കോഡ് സഖ്യത്തിന്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കാരണം അമേരിക്കയും ഈ കോഡ് സഖ്യത്തിലുണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ എന്നീ 4 രാജ്യങ്ങളുടെ നാവിക സഖ്യമാണ് കോഡ്. ഈ കോഡ് സഖ്യം രൂപീകരിച്ചപ്പോൾ മുതൽ വലിയ രീതിയിൽ പരസ്യമായി എതിർപ്പുയർത്തിയ രാജ്യം കൂടിയാണ് ചൈന. എന്നാൽ ഇപ്പോൾ മാർക്കോ റൂബിയോ എത്തുന്നത് കൊൽക്കത്തയിലാണ്. ഇത്തവണ അദ്ദേഹം എത്തുന്നത്. എന്തുകൊണ്ടാണ് കൊൽക്കത്ത അദ്ദേഹം തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ 1792 അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ 2ാമത്തെ കോൺസുലേറ്റ് തുറന്നത് കൊൽക്കത്തയിലാണ്. അതിന്റെ ഒരു വാർഷികം കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. പക്ഷേ ഈ മാർക്കോ റൂബിയോയുടെ വരവും ഈ കോഡ് സഖ്യത്തിന്റെ ഈ ചർച്ചകളും മറ്റുമാണ്. കോഡ് സഖ്യം ഇപ്പോൾ പരസ്യപ്പെടുത്തിയിരിക്കുന്ന അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം, സുരക്ഷ, പ്രാദേശിക വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്ത് തുടങ്ങിയവയാണ്. ഒപ്പം തന്നെ ഇവരുടെ ഈ സഖ്യം വിപുലപ്പെടുത്താനും കൂടുതൽ രീതിയിൽ പ്രവർത്തനം സജ്ജമാക്കാനുമുള്ള ഒരു തീരുമാനമുണ്ട്. ഇത് ചൈനയെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്തോ പസഫിക് മേഖലയിലുമൊക്കെ ഈ ഒരു സഖ്യം, അവരുടെ ഷിപ്പുകൾ ഇപ്പോൾ തന്നെയുണ്ട്. അവർ പര്യവേഷണം നടത്തുന്നതിനുമൊക്കെ ചൈന വളരെയധികം എതിർക്കുന്നുണ്ട്. കാരണം ചൈനയുടെ കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സഖ്യം രൂപീകരിച്ചത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇത് തന്നെയാണ് ചൈനയെ ചൊടിപ്പിക്കുന്നതും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ ചൈന ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.